So keep praying. The Bible of today telling us that we have to pray and continue have faith in God no matter how much we don't receive answer. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എത്ര ലഭിച്ചു എന്നുള്ളതല്ല, ലഭിച്ചതിനൊക്കെ നല്ല മനസ്സോടെ പ്രാർത്ഥനയിൽ നിരന്തരം ജാഗരിക്കണം എന്നും നമ്മെ ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. And when God answers right away, that is a grace from Him. ശരിയായ വിധത്തിൽ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. അത് ദൈവകൃപ കൊണ്ട് മാത്രമായി. And when He delay His answer, that's a mercy from Him. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് പിതാവിന്റെ കൃപയാലാകുന്നു എന്ന് നാം ഓർക്കണം. Because He knows what is the best for us, and based on that He give us, or He sometimes doesn't give us right നമുക്ക് away. എന്താണ് ആവശ്യമുള്ളതെന്ന് സ്വർഗീയ പിതാവ് അറിഞ്ഞ് ആ വിധത്തിലുള്ള കൃപകൾ കൊണ്ടാണ് നമ്മെ എന്നും അനുഗ്രഹിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. I remember when I entered the seminary around year 1997. 1997 കാലഘട്ടത്തിൽ സെമിനാരിയിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഇപ്രകാരം ഓർക്കുകയാണ്. And I was hearing about the glory of our Syrian Orthodox Church, especially here in this land, Kerala. ആ കാലങ്ങളിൽ കേട്ടത് മലങ്കര സഭയുടെ കീർത്തിയെ പറ്റിയാണ്. ഈ സഭയിൽ ഈ സ്ഥലത്തുള്ള സഭാ മക്കളുടെ സഭയുടെ ഇടവകളുടെ നല്ല വാർത്തയാണ് ഞാൻ കേട്ടത്. And I was always asking myself, is it possible, God, that one day I will be able to visit our church here in Kerala? ആ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു പോയതാണ്, എനിക്ക് മലങ്കരയിൽ ഒന്ന് പോയി ഈ ജനത്തെ ഒന്ന് കാണുവാനും അവരെ ആശീർവദിക്കുവാനും എനിക്കൊരു അവസരം കിട്ടുമോ എന്ന് ഞാൻ 1997 കാലഘട്ടത്തിൽ ആഗ്രഹിച്ചു പോയി. And as I was growing, after I was serving our church too many different places, to some point I was losing hope that I will be able one day to visit our Syrian Orthodox Church here in Kerala. ഞാൻ മുതിർന്നു, കാലങ്ങൾ കഴിഞ്ഞുപോയി, ദീർഘനാളിങ്ങനെ പാസ് ചെയ്തപ്പോൾ നീണ്ടപ്പോൾ എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് മലങ്കരയിൽ പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിന് രൂഢമൂലമായി. Until one day God, almost a month ago, through His Holiness, asked me to be delegation to participate in the event of our Nanaya church here in this area. ഒരു മാസം മുമ്പ് പരിശുദ്ധ പാത്രികീസ് ബാവ എന്നോട് ആവശ്യപ്പെട്ടു, എന്റെ ഡെലിഗേറ്റായി നീ മലങ്കരയിൽ പോയി ക്നാനായ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്നാനായ സംഗമത്തിൽ പോയി സംബന്ധിക്കുവാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം. And you, Father Philip, and with member of the board trustees, they came to the Archdiocese, the Bishop House, and they invite me to celebrate the liturgy in this very holy and very special church, St. Mary of Zunoro, that has piece of very, very unique relics, which is the Zunoro of Virgin Mary. മാതാവിന്റെ വിശുദ്ധ ദൈവമാതാവിന്റെ ഇടക്കെട്ടിന്റെ ഒരു അംശം സൂക്ഷിച്ചിരിക്കുന്ന ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വന്ന് ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ ദേവാലയത്തിൽ വന്നു ചേർന്ന ജനത്തെയും ആശീർവദിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുവാനാണ് ഈ ദേവാലയത്തിലെ വികാരിയും മാനേജിക കമ്മിറ്റി അംഗങ്ങളും തിരുവല്ല വള്ളംകുളത്തുള്ള ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അരമനയിൽ എന്നെ സന്ദർശിച്ച് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. So by then I realized that God answered my prayer by sending me here to celebrate in our churches everywhere, but especially in this church where we have a piece of Zunoro, and also we have big blessing here
when we did the service during the liturgy, the tomb of the late His Grace More Polycarpus Metropolitan, who is one of these church member, was one of the day. ഈ ഇടവക അംഗം കൂടിയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ പോളികാർപ്പസ് തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കബറിടത്തിൽ ധൂപമണയ്ക്കുവാനും പരിശുദ്ധ ദൈവമാതാവിന്റെ ഇടകെട്ടിനാൽ പവിത്രമായ പാവനമായ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിപ്പാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ദൈവം അവസരം നൽകിയപ്പോൾ ദൈവം എനിക്ക് അത് കഴിഞ്ഞ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതായിട്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. This region or this area where the both as wings, two wings of a bird in order to fly, we have a community of our Knanaya Church and community our Jacobite Church. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ദേവാലയത്തിന്റെ ചുറ്റുപാടും അനേകം ദേവാലയങ്ങളുണ്ട്, പ്രത്യേകിച്ച് ജ്ഞാനായ ദേവാലയങ്ങൾ. ആ ദേവാലയത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു ദേവാലയം എന്നുള്ള നിലയിൽ ഈ ദേവാലയം എന്തുകൊണ്ടും പ്രസക്തമാണ്. Where in harmony and respect, a cooperation as brothers and sisters, they always in one bond, the bond of love, the bond of our Syriac Orthodox faith, the bond that connect us to the Holy Throne of Antioch. പരസ്പര സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ സഹോദരങ്ങളായി, ഏകോദര സഹോദരങ്ങളായി നമ്മുടെ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വിശ്വാസത്തിൽ തോൽക്കാതെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കണം. So let me express really my delight and my gratitude to God who answered my prayers and brought me to this area in general and to this church, St. Mary of Zonoro, that is established almost 88 years ago, and in 2 years, as I heard, you will do the 19th anniversary of establishing this church, and you will do major remodelation. 88 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ ഈ ദേവാലയം 2 വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ 90-ാം വർഷം അതിന്റെ നവതി ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടൊപ്പം നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ കാലഘട്ടം ഈ പ്രദേശത്ത് ദൈവം ഒരുക്കി തന്ന ഈ ദേവാലയത്തിൽ വരുന്നതോടുകൂടി ശുശ്രൂഷ ജീവൻ അവസരം ലഭിച്ചതോടുകൂടി ദൈവം എന്റെ പ്രാർത്ഥന കേട്ടതായി ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. So from the bottom of my heart, I thank our Heavenly Father for this unspeakable blessing that I come to this area and celebrate liturgy in this church that is old and very blessed church, has a blessed memory, more Polycarpus tomb, and also has piece of the Zonoro, and has your faith who built this church. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളരെ പ്രാർത്ഥനയോടുകൂടി സന്തോഷപൂർവ്വം ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അഭിവന്യ പോളികാർപ്പസ് തിരുമേനിയുടെ കബറിടത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുശേഷിപ്പ് സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചതിനായി